ഷിംജിത ദീപക് വിഷയമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്. അപ്പോൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രധാന പ്രശ്നം കൂടി ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ആദ്യം ഷിംജിത ഇട്ട ആ വീഡിയോ ഭയങ്കര വൈറലാകുകയും അപ്പോൾ പക്ഷെ അതോടൊപ്പം തന്നെ അതിന് വളരെയധികം ബാക്ക്ലാഷ് ഉണ്ടാകുകയും വിമർശനങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോയുടെ സാങ്കത്യത്തെ പറ്റിയിട്ടും അതിൻ്റെ ഒരു ലോജിക്കിനെ പറ്റിയിട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർ രണ്ടാമത് ആ വീഡിയോ ആദ്യം ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് രണ്ടാമതൊരു വീഡിയോ ഇട്ടിരുന്നു. ആ രണ്ടാമത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ദീപക്കിനകത്ത് കുറച്ച് മാനസിക രോഗങ്ങൾ ആരോപിച്ചുകൊണ്ട് അയാളുടെ മാനസിക രോഗത്തെയും ലൈംഗിക വൈകൃതത്തെ പറ്റിയിട്ടും ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഒരു ന്യായീകരണ ക്ലാസ്, സ്വയം ന്യായീകരണ ഒരു ക്ലാസ്സാണ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അത് തന്നെ ഷിംജിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കുക. അത് നിങ്ങൾക്ക് അലുവയും മത്തിക്കറിയും പോലെ രണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൊമേഴ്സ് ലെക്ചർ. ഇത് രണ്ടെണ്ണം നമ്മൾ എങ്ങനെയാണ് യോജിച്ച് നിൽക്കുകയെന്ന് ഞാൻ പലതവണ ചിന്തിച്ചു. അതായത് ഒരാൾ കൊമേഴ്സ് ലെക്ചർ ആണെങ്കിൽ +2 മുതൽ തന്നെ കൊമേഴ്സ് എടുത്ത് BCom എടുത്ത് MCom എടുത്ത് അതിൻ്റെയൊക്കെ ബാക്കി എക്സാം എല്ലാം പാസ്സായിട്ട് വേണം കൊമേഴ്സ് ലെക്ചറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ +2 സയൻസ് എടുത്ത് ഡിഗ്രിക്കും PGക്കും സൈക്കോളജി, അത് ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, അല്ലാതെ തന്നെ അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, സാധാ സൈക്കോളജി ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും എടുത്തിട്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ അക്രഡിറ്റേഷനും കൂടെ നേടിയിട്ടാണ് ഒരു സാധാരണഗതിയിൽ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് പ്രവർത്തിക്കുക. ഇത് രണ്ട് സ്ട്രീമാണ്, രണ്ട് അറ്റത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുകയെന്ന് ഞാൻ പലതവണ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു ടീച്ചറാണ്, അതൊരു ടീച്ചറാണ്, ലെക്ചറാണെന്നാണ് പറയുന്നത്. അപ്പം ഈ കോവിഡ് കഴിഞ്ഞ ശേഷം കുട്ടികൾക്കകത്തെയും അതുപോലെ വർക്ക് പ്ലേസിലെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികളും അതുപോലെ മൂക്ക് പോലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. കോളേജിലൊക്കെ കൊടുക്കുകയും അതൊക്കെ അധ്യാപകർ പരമാവധി അത് പ്രയോജനപ്പെടുത്തി അത് വെച്ചിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ്. ഇപ്പം യൂണിവേഴ്സിറ്റികളും അത്തരത്തിൽ അധ്യാപകർക്ക് എത്ര കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ കോഴ്സറയിലാണെങ്കിലും സ്വകാര്യ കൗൺസിലേഴ്സ് ഒക്കെ ആണെങ്കിലും ഓൺലൈനായിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരം കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ദീപക്കിനെ അസസ് ചെയ്ത പോലെ ഒരു വ്യക്തിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില പ്രാക്ടിക്കൽ പൊടിക്കൈകൾ. അതേപോലെ തന്നെ ഒരു ലീഡറായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സബോർഡിനേറ്റ്സിനകത്തും അല്ലെങ്കിൽ നമ്മൾ ടീച്ചറായിട്ടിരിക്കും നമ്മുടെ കുട്ടികളിലും എങ്ങനെ ഒരു കൗൺസിലിംഗ് ആസ്പെക്റ്റുകൾ ഉൾപ്പെടുത്തി മോട്ടിവേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൗൺസിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിനകത്ത്. അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അവർക്കിടയിൽ ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുക എന്നൊക്കെയാണ് ഈ പറഞ്ഞ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റുകൾ യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കി പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റലി അവർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് അവരുടെ ടാഗ് വെച്ചത് ഇല്ലീഗലാണെന്ന് തന്നെ ഞാൻ ആരോപിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ആൾക്കാരെ അസസ് ചെയ്യുക, ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ള പ്രവണത ഈ വ്യക്തി മാത്രമല്ല, പൊതുവെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് അത് ധാരാളം കാണാറുണ്ട്. ധാരാളം പേജസ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെസ് മാനേജ്മെന്റ് എന്നൊക്കെ ഉള്ള രീതിയിലും ഒക്കെ ഒരു കൗൺസിലിംഗ് ലെവൽ മറികടന്നുകൊണ്ട് സൈക്കോളജിയുടെയും സൈക്കാട്രിയുടെയും ലെവലിനകത്തോട്ട് പോവുകയും തങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു പ്രവണത വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ സൈക്കോളജിയെ പറ്റിയിട്ടും സൈക്കാട്രീനെ പറ്റിയിട്ട് ഒരു മിസ്കോൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു മിസ്യൂസിന് ഒരു സാധ്യത വളരെയധികം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആൾക്കാർ ഇതാണെന്ന് വിചാരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പം അങ്ങനെ സ്വയം ചികിത്സ, സ്വയം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൂട്ടത്തിൽ സൈക്കോളജിയെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് കൂട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഫോളോവേഴ്സിനൊക്കെ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നതായിട്ടൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പം അത് ശരിയായിട്ടുള്ള നടപടിയല്ല. നിങ്ങൾ ചെയ്യുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കൗൺസിലിംഗ് ഈസ് ഡിഫറെൻറ്റ്, സൈക്കോളജി ഈസ് ഡിഫറെൻറ്റ്, സൈക്കാട്രി ഈസ് അനദർ തിങ്. അപ്പം 3 അപ്രോച്ചാണ്, 3 ഉദ്ദേശമാണ്, 3 പർപ്പസാണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ഓരോന്നും ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ ചെയ്യുക. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അയാൾ ഒരു സൈക്കാട്രിസ്റ്റിനെ അയാൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു സയന്റിഫിക് പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിലാണ്. അതിൽ അവർ ട്രെയിൻഡ് ആണ്, അതിൽ അവർ നിരന്തരം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെളിയിൽ നിൽക്കുന്ന നമുക്കൊന്നും ഇതിനെപ്പറ്റിയിട്ട് ധാരണയൊന്നും കാണത്തൊന്നുമില്ല. നമ്മളിപ്പോൾ 2 വർഷം മുമ്പ് വെച്ച ചില യൂട്യൂബിൽ കണ്ട കണ്ടന്റുകൾ ഒരു 2 വർഷം കഴിയുമ്പോൾ മാറാം. സൈക്കോളജി വളരെ ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ്, നിരന്തരം സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, ഇത് മറ്റ് രോഗം പോലെയൊന്നുമല്ല, അപ്പം അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ പോലെ ഒന്നും അല്ല. ഇത് വളരെ സബ്ജക്റ്റീവാണ്. ഒരു വ്യക്തിക്കകത്തൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പ്രോബ്ലം ഒക്കെ വർക്ക് ചെയ്യുന്നത് പല വിധത്തിലാണ്. എല്ലാം യൂണിഫോം ആയിട്ടല്ല. അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ വന്ന രീതികൾ, അവരുടെ തന്നെ ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്ന രീതികൾ, ഇതെല്ലാം അനുസരിച്ചിരിക്കും
ഓരോ വ്യക്തികളിലും ഓരോ ഇഷ്യൂസും വർക്ക് ചെയ്യുക. സോ വളരെ സബ്ജക്റ്റീവാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അത്തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷനോ സുഹൃത്തുണ്ടെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിവുണ്ടവരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്ന അതേപടി വിഴുങ്ങിയിട്ടോ ഒന്ന് ഉപദേശം കൊടുക്കാനോ അസസ് ചെയ്യാനോ പോകാതിരിക്കുക. അവരെ വേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കുക. കാരണം ഇവിടെ കൗൺസിലിങ്ങിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിനെ ഏൽപ്പിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇതിനെല്ലാം പ്രോട്ടോകോൾ ഉണ്ടെന്നേ. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് അയാളുടെ എക്സ്പീരിയൻസിൽ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ചില അയാൾ പറയുന്നത്. അത് തന്നെ എല്ലാവർക്കും ബാധകമാണെന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പോൾ അല്ലാത്തവരോട് പറയാനുള്ളത്, അങ്ങനെ ഉപദേശങ്ങൾ ആരെങ്കിലും തരുവാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും അസസ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അതേപടി വിഴുങ്ങാതെ, ഇവിടെ എക്സ്പേർട്ടുകളുണ്ട്, അവർക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു സൈക്കോളജിസ്റ്റിന് ചെയ്യുന്ന പരിപാടി അല്ല അവർ കാണിച്ചത്. അവർ രണ്ടാമത്തെ വീഡിയോയിൽ ഇതൊരു മാനസിക രോഗമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചു. ഒരു മാനസിക രോഗിയെ ഇങ്ങനെയാണോ ഒരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ടത്? പബ്ലിക്കലി വീഡിയോ ഇട്ട് നെയിമിങ് ആൻഡ് ഷെയിമിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ആ വ്യക്തിയുടെ ഇൻറ്റൻഷനോടൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കുന്ന മെയിൻ കാരണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഫീഡുകളും യൂട്യൂബ് ബ്ലോഗിലും ഒക്കെ കാണുന്ന അറിവല്ല യഥാർത്ഥ സംഗതി. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഒരാഴ്ചത്തെയോ 1 മാസത്തെയോ 6 മാസത്തെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ടോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കൗൺസിലിംഗ് ക്ലാസ്സിനകത്തെ അറിവുകളല്ല സൈക്കോളജി സൈക്കാട്രി. സോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് വേണ്ട കാര്യങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് സ്വയം മനസ്സിലാക്കി ആൾക്കാർക്ക് ഉപദേശിച്ച് കൊടുക്കാൻ പറ്റാതെ, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. ഇത് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു ആസ്പെക്ട് ആരും സൂചിപ്പിച്ചില്ല. ഇത്തരത്തിൽ ധാരാളം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള മുറി വൈദ്യന്മാർ നമ്മുടെ ഇവിടെ ഉണ്ട്. ഇതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് വഴിയും ഓൺലൈൻ ക്ലാസ് വഴിയൊക്കെ ഈ പറഞ്ഞ കൗൺസിലിംഗ് നോളജൊക്കെ ഇച്ചിട്ട് അതാണ് സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം ഒരു വൈദ്യന്മാരുണ്ട്. അവർ ധാരാളം വലിയ സാമൂഹ്യ വിപത്താണ് ചെയ്യുന്നത്. നിങ്ങളുടെ പണി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പണിയാണ്. അപ്പം ബാക്കി വലിയ പണികളൊക്കെ അത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരെ ഏൽപ്പിക്കുക ദയവ് ചെയ്ത്. അതുപോലെ തന്നെ ഇത്രയും വലിയ അറിവുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള എക്സ്പേർട്ട് നോളജ് ഉണ്ടോ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അവർ തരുന്ന നോളജ് ഒരു എക്സ്പേർട്ടിനെ കണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് മാത്രം വിശ്വസിക്കുക.